ഡിയർ സ്റ്റുഡൻസ്, NIOS +2 പൊളിറ്റിക്സിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച പൊളിറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട 15 ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിനു മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സാറിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി തുടങ്ങിയ മറ്റുള്ള സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളെല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. MCQ ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ അവയുടെ എക്സ്പ്ലനേഷൻ തുടങ്ങിയ ധാരാളം ക്ലാസ്സുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയൊക്കെ പോയി ക്ലാസ്സുകൾ കാണുക. പിന്നെ അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകളോ ഏതെങ്കിലും ടോപ്പിക്കുകളൊക്കെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കുക. ആ ക്ലാസ്സുകളെല്ലാം ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്ക്രൈബ് എനി 5 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളുടെ ഏതെങ്കിലും 5 സവിശേഷതകൾ വിവരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും 5 മാർക്കിന് അതുപോലെ 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ 5 സവിശേഷതകൾ എഴുതാനാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി 5 സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ദ പഞ്ചായത്ത്. പഞ്ചായത്തുകളുടെ ഏതെങ്കിലും 5 വരുമാന സ്രോതസ്സുകൾ വിവരിക്കുക. പഞ്ചായത്തിൻ്റെ 5 വരുമാന സ്രോതസ്സുകൾ വിവരിക്കുക. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി 5 പവേഴ്സ് ആൻഡ് ജൂറിഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട്സ്. ഹൈക്കോടതിയുടെ 5 അധികാരങ്ങളും അവയുടെ അധികാര പരിധിയും വിശദീകരിക്കുക. ഹൈക്കോടതിയുടെ 5 പ്രധാനപ്പെട്ട അധികാരങ്ങൾ ഏതെല്ലാമാണ്, ഹൈക്കോടതിയുടെ അധികാര പരിധി ഏതാണ്, ഇവയെല്ലാം വിശദീകരിക്കുക. നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഹൈലൈറ്റ് എനി 2 വീക്ക്നെസ് ഓഫ് ദ കമ്മിറ്റഡ് ബ്യൂറോക്രസി. പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഏതെങ്കിലും 2 വീക്ക്നെസ്, ബലഹീനതകൾ എടുത്തു കാണിക്കുക. അതായത് ബ്യൂറോക്രസിയുടെ വീക്ക്നെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബ്യൂറോക്രസിയുടെ വീക്ക്നെസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഹൈലൈറ്റ് എനി 3 മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്. ഐക്യരാഷ്ട്രസഭയുടെ ഏതെങ്കിലും 3 പ്രവർത്തനങ്ങൾ എഴുതാനാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട 3 പ്രവർത്തനങ്ങൾ എഴുതുക. ഇനി നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ അനലൈസ് എനി 3 വീക്ക്നെസ് ഓഫ് ദ ഇന്ത്യൻ ഇലക്ടറൽ സിസ്റ്റം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ഏതെങ്കിലും 3 വീക്ക്നെസ്, ബലഹീനതകൾ വിശകലനം ചെയ്യുക. ഇന്ത്യൻ ഇലക്ടറൽ സിസ്റ്റം, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൻ്റെ ഏതെങ്കിലും 3 വീക്ക്നെസ്സുകൾ എഴുതാനാണ്. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി 3 കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും 3 സംഭാവനകൾ എഴുതുക. കോൺട്രിബ്യൂഷൻ ഓഫ് ദ റീജിയണൽ പൊളിറ്റിക്സ് പാർട്ടീസ്. റീജിയണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട് ധാരാളമായിട്ട്. ഈ കേരളത്തിന് പുറത്തൊക്കെ ആയിട്ട് ധാരാളം രാഷ്ട്രീയ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് വരുന്നുണ്ട്. അവയുടെ സംഭാവനകൾ എഴുതാനാണ്. നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നെയിം എനി 3 പ്രഷർ ഓഫ് ഗ്രൂപ്പ്സ് ലിങ്ക്ഡ് ടു ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 3 സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പേര് എഴുതുക. പ്രഷർ ഗ്രൂപ്പ്, അതായത് ലിങ്ക്ഡ് ടു ട്രേഡ് യൂണിയൻസ്, ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട അവരുടെ പ്രഷർ ഗ്രൂപ്പ്സുകൾ ഏതെല്ലാമാണ്, അത് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് എനി 3 ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏതെങ്കിലും 3 പ്രവർത്തനങ്ങൾ എഴുതാനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏതെങ്കിലും 3 പ്രവർത്തനങ്ങൾ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് 10th ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എനി 2 വീക്ക്നെസ് ഓഫ് ലിബറലിസം. ലിബറലിസത്തിന്റെ ഏതെങ്കിലും 2 ബലഹീനതകൾ എഴുതി കൊടുക്കുക. എന്താണ് ലിബറലിസം, അതിൻ്റെ വീക്ക്നെസ് എന്തെല്ലാമാണ്, അവ എഴുതി കൊടുക്കാനാണ്. നെക്സ്റ്റ് വരുന്നത് 11th ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് മാർക്സിസം. മാർക്സിസത്തിന്റെ പ്രസക്തി വിശദീകരിക്കുക. മാർക്സിസത്തിന്റെ പ്രസക്തി വിശദീകരിക്കാനാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 12th ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നാഷൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. എല്ലാ വർഷങ്ങളിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നാഷൻസ്. ഒരു സ്റ്റേറ്റും അതുപോലെ നാഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതെല്ലാമാണ്? ഇതിനെ കുറിച്ച് നമ്മൾ ചെറിയ ഷോർട്ട് തന്നെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നാഷൻ. ഓരോ സ്റ്റേറ്റും അതുപോലെ തന്നെ രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്, അത് വിശദീകരിക്കാനാണ്. നെക്സ്റ്റ് വരുന്നത് അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ്. 13th ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. ഇതും ഇതുപോലെ തന്നെ 12th ക്വസ്റ്റ്യൻ പോലെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ മാത്രമായിട്ടുള്ള ഷോർട്സൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ആൻഡ് നാഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവയൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതൊന്നും നമ്മൾ മിസ് ചെയ്യരുത്. അപ്പോൾ 13th ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 14th ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. 2 ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതി കൊടുക്കാനാണ്. ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് 15th ക്വസ്റ്റ്യൻ വരുന്നത്. ഡിസ്ക്രൈബ് എനി പീസ് കീപ്പിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദ യുണൈറ്റഡ് നാഷൻസ്. ഐക്യരാഷ്ട്രസഭയുടെ ഏതെങ്കിലും 2 സമാധാന പരിപാലന പ്രവർത്തനങ്ങൾ എഴുതുക. അപ്പോൾ ആദ്യം എന്താണ് യുണൈറ്റഡ് നാഷൻസ്, ഐക്യരാഷ്ട്രസഭ എന്താണ്, അതുപോലെ ഐക്യരാഷ്ട്രസഭ സമാധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരുടെ ഏതെല്ലാം സമാധാന പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് എഴുതി കൊടുക്കുക. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട 15 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഈ ഒരു ക്ലാസ്സിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ മറ്റു കാര്യങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണുക. മറ്റുള്ള മുഴുവൻ ക്ലാസ്സുകളും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയൊക്കെ കാണുക. എക്സാമിന് നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് മേടിക്കാൻ ശ്രമിക്കണം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇനി ഏതെല്ലാം ക്ലാസ്സുകളാണ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ. ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.